ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 1987 നവംബർ 28 159 യാത്രക്കാരുമായി ജോഹന്നാസ്ബർഗിലേക്ക് പുറപ്പെട്ട സൗത്ത് ആഫ്രിക്കൻ എയർവേസിൻ്റെ ബോയിങ് 747 വിമാനം വളരെ പെട്ടെന്ന് കാണാതാവുകയുണ്ടായി. ഈ വിമാനത്തിൽ നിന്നും ഒരു മെസ്സേജ് മാത്രമാണ് ATCക്ക് വന്നിരുന്നത്. അതായത് വിമാനത്തിനകത്ത് ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എവിടെയാണ് തീ പിടിച്ചതെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യണമെന്നോ എന്നുള്ളൊരു മെസ്സേജ് പൈലറ്റ് കൊടുക്കുകയുണ്ടായിരുന്നില്ല. ഈ എയർക്രാഫ്റ്റ് കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ വളരെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ എയർക്രാഫ്റ്റിൻ്റെതാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ കണ്ടെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എങ്ങനെയാണ് ഇത്ര വലിയൊരു എയർക്രാഫ്റ്റിൽ ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായത്? ഇതായിരുന്നു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പിന്നീട് അന്വേഷിച്ചത്. ഇന്നത്തെ വീഡിയോ സൗത്ത് ആഫ്രിക്കൻ എയർവേസ് 295ൻ്റെ അപകടത്തെ പറ്റിയിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. 1987 സ്റ്റേറ്റ് റൺ ചെയ്യുന്ന ഒരു എയർലൈൻ ആയിരുന്നു സൗത്ത് ആഫ്രിക്കൻ എയർവേസ്. അന്ന് വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നു സൗത്ത് ആഫ്രിക്ക ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും സൗത്ത് ആഫ്രിക്കൻ എയർലൈൻസിനെ അവരുടെ എയർ സ്പേസ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കൻ എയർവേസ് വളരെയധികം ലോങ് റൂട്ട്സ് എടുത്തുകൊണ്ടായിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെയുള്ള റൂട്ടായിരുന്നു തായ്വാനിൽ നിന്നും ജോഹാനസ്ബർഗിലേക്ക് അന്നത്തെ യാത്ര. അന്ന് എയർക്രാഫ്റ്റ് ബോയിങ് 747 വിമാനമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഈ ബോയിങ് 747 വിമാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ എയർക്രാഫ്റ്റ് കോംബി അഥവാ കോമ്പിനേഷൻ എന്ന് പറയുന്ന സാധാരണ 747 മോഡലിനേക്കാളും ഒരു മോഡിഫൈഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ മെയിൻ ഡെക്കിൽ തന്നെ പാസഞ്ചേഴ്സിനെയും അതുപോലെ കാർഗോയും കൊണ്ടുപോകാൻ പറ്റും എന്നത് തന്നെയാണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ 1/3 ഭാഗം പാസഞ്ചേഴ്സും അതിൻ്റെ പുറകിലേക്ക് കാർഗോയുമായിരുന്നു അന്ന് ലോഡ് ചെയ്യുന്നത്. ഈ എയർക്രാഫ്റ്റിന് മറ്റൊരു നിക് നെയിം കൂടിയുണ്ട്. ഹെൽഡർബർഗ് എന്നായിരുന്നു ഈ എയർക്രാഫ്റ്റിന് കൊടുത്തിരുന്ന നിക് നെയിം. അപ്പം അങ്ങനെ അന്ന് ഈ 747 വിമാനമാണ് തായ്പേയിൽ നിന്നും ജോഹാനസ്ബർഗിലേക്ക് പോകുന്നതിന് വേണ്ടി റെഡിയാവുന്നത്. അന്ന് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിലുള്ളത് 6 പേരാണ്. ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസർ, അതുകൂടാതെ റിലീഫിംഗ് ഫസ്റ്റ് ഓഫീസർ, അവരെ കൂടാതെ 3 എഞ്ചിനീയേഴ്സും, ഇവരെ കൂടാതെ 14 ക്യാബിൻ ക്രൂ മെമ്പേഴ്സും 140 യാത്രക്കാരുമാണ് അന്ന് എയർക്രാഫ്റ്റിൽ ബോർഡ് ചെയ്തത്. അങ്ങനെ എയർക്രാഫ്റ്റ് തായ്പേ എയർപോർട്ടിൽ നിന്നും ഡിപ്പാർച്ചറിന് വേണ്ടി റെഡിയാവുകയാണ്. പാസഞ്ചേഴ്സ് ബോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാർഗോയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. 6 പാലറ്റ് കാർഗോയാണ് മെയിൻ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിൽ ലോഡ് ചെയ്യേണ്ടത്. ഇതിൽ കമ്പ്യൂട്ടർ പാർട്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, മെഡിസിൻസ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്, ടെക്സ്റ്റൈൽസിൻ്റെ കുറച്ച് ഗാർമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കാർഗോയുടെയും പാസഞ്ചേഴ്സിൻ്റെയും ലോഡിംഗ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് എയർക്രാഫ്റ്റ് പുഷ് ബാക്ക് ചെയ്തു. ടാക്സി ചെയ്ത എയർക്രാഫ്റ്റ് റൺവേയിൽ നിന്നും ക്ലിയറൻസ് കിട്ടിയ ഉടനെ തന്നെ ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് ഏകദേശം 9 മണിക്കൂർ ഫ്ലൈ ചെയ്തു. അതിനുശേഷം മൗറീഷ്യസിൻ്റെ ATC ഫ്രീക്വൻസിയിലേക്ക് അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എയർക്രാഫ്റ്റിൽ നിന്നും പൈലറ്റ് ATCയിലേക്ക് കോൺടാക്ട് ചെയ്തു. മൗറീഷ്യസ് ATCയെ കോൺടാക്ട് ചെയ്തിട്ട് തങ്ങളുടെ എയർക്രാഫ്റ്റിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെന്നും എയർക്രാഫ്റ്റിൻ്റെ ക്യാബിനകത്തു നിന്നും വളരെയധികം പുക ഉയരുന്നുണ്ടെന്നും ഒരു സന്ദേശം നൽകുകയുണ്ടായി. ഈ സമയത്ത് എയർക്രാഫ്റ്റ് 14,000 അടി ഉയരത്തിലേക്ക് ഡിസെൻഡ് ചെയ്ത് നമ്മൾക്ക് ഫ്ലൈ ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റും പൈലറ്റ് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ATC ഉടനെ തന്നെ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര ദൂരമുണ്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നും ചോദിച്ചു. അതായത് എത്ര എളുപ്പത്തിൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യും എന്നറിയാൻ വേണ്ടിയാണ് ATC ഈ ദൂരം ചോദിച്ചത്. എന്നാൽ ഈ സമയത്ത് എയർക്രാഫ്റ്റ് എയർപോർട്ടിൽ നിന്ന് വളരെ ദൂരത്തിലായിരുന്നു ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലുണ്ടായിരുന്ന ബീക്കൺസിൻ്റെ സിഗ്നൽ എയർക്രാഫ്റ്റിന് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പൈലറ്റ്സിന് ഈ ദൂരം കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതും. തങ്ങൾക്ക് ഈ ദൂരം കണക്ക് കൂട്ടാൻ സാധിക്കുന്നില്ലെന്നും എയർക്രാഫ്റ്റ് അടുത്ത് വരുന്നതനുസരിച്ചിട്ട് തങ്ങൾ ഈ ദൂരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാമെന്നും പൈലറ്റ് ATCയോട് മറുപടി പറയുകയും ചെയ്തു. ഏകദേശം 38 മിനിറ്റോളം തങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുമെന്നാണ് പൈലറ്റ് ആ സമയത്ത് ATCയോട് പറഞ്ഞത്. ഒരു എയർക്രാഫ്റ്റിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്നായിരിക്കണം എയർക്രാഫ്റ്റിൽ ലാൻഡ് ചെയ്യേണ്ടത്. എന്നാൽ ഈ 38 മിനിറ്റ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ എടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ എയർക്രാഫ്റ്റ് എയർപോർട്ടിൽ നിന്നും വളരെയധികം ദൂരത്തിലായിരിക്കണം ഫ്ലൈ ചെയ്യേണ്ടത്. അല്പസമയത്തിന് ശേഷം പിന്നീടും ATC ഇവരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് തങ്ങൾ 65 മൈൽ ദൂരെയാണ് എന്നാണ് പൈലറ്റ് ATCയോട് പറഞ്ഞത്. 65 മൈൽ ദൂരെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 5000 അടി ഉയരത്തിലേക്ക് വളരെ പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യാനാണ് ATC ഇവരോട് ആവശ്യപ്പെട്ടത്. 2 റൺവേയും ഫ്രീ ആണെന്നും ഏത് റൺവേയിൽ വേണമെന്നുണ്ടെങ്കിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നും ATC ഇവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. തങ്ങൾ അതുപോലെ ചെയ്യാം, തങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യാമെന്ന് പൈലറ്റ് മറുപടി പറയുകയും ചെയ്തു. എന്നാൽ ഇതായിരുന്നു സൗത്ത് ആഫ്രിക്കൻ എയർവേസിൻ്റെ 295 എന്ന ഫ്ലൈറ്റിൽ നിന്നുണ്ടായിരുന്ന അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ. ഇതിനുശേഷം ATC പലതവണ എയർക്രാഫ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് സാധിക്കുകയുണ്ടായിരുന്നില്ല. എയർക്രാഫ്റ്റ് ATCയുടെ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. എയർക്രാഫ്റ്റ് മിസ്സിംഗ് ആണ് എന്നുള്ള വാർത്ത വളരെ പെട്ടെന്നാണ് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തത്. അതിനുശേഷം അവർ വളരെ പെട്ടെന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിനെ ഡിപ്ലോയ് ചെയ്യുകയുണ്ടായി. മൗറീഷ്യസ്,
US അതുപോലെ സൗത്ത് ആഫ്രിക്ക ഈ 3 രാജ്യങ്ങളിൽ നിന്നുമുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമായിരുന്നു ഈ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചത്. എയർക്രാഫ്റ്റ് അപ്രത്യക്ഷമായ ആ സ്ഥലത്ത് തന്നെയായിരുന്നു ഇവർ തിരച്ചിൽ ആരംഭിച്ചത്. അല്ലെങ്കിൽ പൈലറ്റ് 65 മൈൽ എന്ന് പറഞ്ഞ ആ ദൂരം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇവർ തിരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ ആ സമയത്തൊന്നും തന്നെ എയർക്രാഫ്റ്റിൻ്റെ യാതൊരു അവശിഷ്ടങ്ങളും അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ATC പിന്നീടും ഇവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്ന സമയത്ത് പൈലറ്റ് കൊടുത്തിരുന്ന ലൊക്കേഷൻ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പൈലറ്റ് 65 മൈൽ ദൂരം എന്ന് പറഞ്ഞത് എയർപോർട്ടിലേക്കുള്ള ദൂരമായിരുന്നില്ല, അവരുടെ അടുത്ത വേ പോയിന്റിലേക്കുള്ള ദൂരമായിരുന്നു. ഈ വേ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. അത് കണക്ട് ചെയ്തുകൊണ്ടാണ് പൈലറ്റ്സ് ഫ്ലൈ ചെയ്തത്. അപ്പോൾ അടുത്ത വേ പോയിന്റിലേക്കുള്ള ദൂരമായിരുന്നു ഈ പൈലറ്റ് ATCയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതെവിടെയാണ് ഈ എയർക്രാഫ്റ്റ് എവിടെയാണ് മിസ്സിംഗ് ആയത് എന്ന് പിന്നീടും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ തിരച്ചിൽ ആരംഭിച്ച സമയത്താണ് എയർക്രാഫ്റ്റിൻ്റെ വളരെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കടലിലൂടെ ഒഴുകി നടക്കുന്നതായിട്ട് ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചു. എയർക്രാഫ്റ്റിൽ നിന്നും റിട്രീവ് ചെയ്തെടുത്ത ചില ബാഗ്സിൻ്റെ അകത്തുണ്ടായിരുന്ന പാസഞ്ചേഴ്സിൻ്റെ ഒരു വാച്ച് നിന്ന് പോയ സമയമായിരുന്നു വെളുപ്പിന് 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഈ സമയമായിരിക്കണം എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തത് എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പിന്നീട് മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ വളരെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് പാസഞ്ചേഴ്സിൻ്റെയും ഇവർക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ സാധിച്ചത്. അങ്ങനെ അവരുടെ ഓട്ടോപ്സി നടത്തിയ സമയത്താണ് ഈ മരിച്ച യാത്രക്കാരിൽ കൂടുതൽ പേരും ഈ ടോക്സിക് ആയിട്ടുള്ള പുക ശ്വസിച്ചുകൊണ്ടാണ് മരിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അന്ന് തുടങ്ങിയ തിരച്ചിൽ 1988 ജാനുവരി വരെ തുടർന്നു. അവർക്ക് ബ്ലാക്ക് ബോക്സ് അപ്പോഴും കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ മാത്രമാണ് എന്തായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ഒരു തീപിടുത്തം എവിടെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ള പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും അവർ തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ ചെയ്ത സമയത്താണ് എയർക്രാഫ്റ്റിൻ്റെ വളരെയധികം ഭാഗങ്ങൾ, ഫ്യൂസലാജിൻ്റെ ഭാഗങ്ങൾ അവർക്ക് ലഭിക്കുകയും വളരെ അത്ഭുതകരമായിട്ട് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തത്. ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെങ്കിൽ പോലും ഒരുപാട് നാൾ വെള്ളത്തിനടിയിൽ കിടന്നത് കൊണ്ട് തന്നെ അത് വളരെയധികം മോശം കണ്ടീഷനിലായിരുന്നു. ഡേറ്റ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പല വോയിസ് ക്ലിപ്പിംഗ്സ് എല്ലാം തന്നെ മിസ്സിംഗ് ആയിരുന്നു. അതുമാത്രമല്ല എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂസലാജ് കണ്ടെത്തിയ സമയത്ത് അത് പരിശോധിച്ച് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത് എയർക്രാഫ്റ്റിൻ്റെ വലതുവശത്ത് ലോഡ് ചെയ്തിരുന്ന പാലറ്റിൽ നിന്നുമായിരിക്കണം തീ പടർന്നത് എന്നാണ്. പിന്നീട് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ പരിശോധിച്ച സമയത്ത് കോക്പിറ്റിനകത്ത് ഫയർ വാർണിംഗ് അലാം വന്നിരുന്നതായിട്ടും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഫയർ വാർണിംഗ് അലാം വന്ന സമയത്ത് പൈലറ്റ്സ് വളരെ പെട്ടെന്ന് ചെക്ക് ലിസ്റ്റ് എടുക്കുകയും അവർ ചെക്ക് ലിസ്റ്റ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺവെർസേഷൻ ശ്രദ്ധിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് പല സർക്യൂട്ട് ബ്രേക്കേഴ്സും പോപ്പപ്പ് ആയെന്നും അതുപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ വലതുവശത്താണ് തീ എന്ന് ഒരു ക്യാബിൻ അറ്റൻഡൻറ്റ് ഇവരോട് പറഞ്ഞതായിട്ടുമാണ്. എയർക്രാഫ്റ്റിലെ പല കേബിൾസും ഈ സമയത്ത് ഉരുകി തുടങ്ങിയിരുന്നു. പല വയറിങ്ങും ഈ തീപിടുത്തത്തിൽ നശിച്ചു പോവുകയും ചെയ്തിരുന്നു. കോക്പിറ്റിലെ മൈക്രോഫോൺ തന്നെ അവർക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല, അതുവരെ കേടായി പോയിരുന്നു. അപ്പോൾ ഇതെല്ലാം എഞ്ചിനീയേഴ്സും പൈലറ്റ്സും ഡിസ്കസ് ചെയ്യുന്നത് ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അതുപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ വളരെ കുറച്ച് അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് പല തെളിവുകളും പിന്നീട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ലഭിച്ചത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് എയർക്രാഫ്റ്റിന് എന്തായിരിക്കും സംഭവിച്ചത് എന്ന് അവർക്ക് ഊഹിക്കാൻ സാധിച്ചത്. എയർക്രാഫ്റ്റ് തായ്പേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഏതോ ഒരു പാലറ്റിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും ആ സ്പാർക്ക് പിന്നീട് വളരെയധികം വലിയ തീയായിട്ട് പടരുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും തന്നെ സംഭവിക്കുന്ന സമയത്ത് പൈലറ്റ്സിന് അത് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ തീ പടരാൻ തുടങ്ങിയതോടുകൂടിയാണ്, വളരെ പതിയാണ് തീ പടരാൻ തുടങ്ങിയത്. അങ്ങനെ ഏകദേശം 9 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞതോടുകൂടിയാണ് ഈ തീ വളരെ വലിയ രീതിയിൽ പടരാൻ തുടങ്ങുന്നതും ആ സമയമായപ്പോഴേക്കും കോക്പിറ്റിനകത്ത് ഫയർ വാർണിംഗ് അലാം വരികയും ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും വളരെയധികം വൈകിപ്പോയിരുന്നു. കാരണം പുറകിലിരുന്ന യാത്രക്കാരെല്ലാം തന്നെ ആ സമയമായപ്പോഴേക്കും ഈ കനത്ത പുക ശ്വസിച്ചുകൊണ്ട് മരണത്തിന് അടിമപ്പെട്ടിരുന്നു. അതുകൂടാതെ പല യാത്രക്കാരും ജീവനോടെ ഇരുന്നെങ്കിൽ പോലും അവർക്കൊന്നും തന്നെ എയർക്രാഫ്റ്റിൽ നിന്നും ഈ പുകയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചതുമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച കടലിലൂടെ ഒഴുകി നടന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാബിൻ ക്രൂ ഈ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ചിലപ്പോൾ ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ പക്ഷേ ഉപയോഗിക്കാത്തതായിരുന്നു. അതിനർത്ഥം ഒന്നുകിൽ അവരത് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് ഒന്നുകിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ അത്രയും തീ അവിടെ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കനത്ത പുക ശ്വസിച്ചുകൊണ്ട് അവർ തന്നെ ചിലപ്പോൾ ബോധം കെട്ട് വീണിരിക്കാം. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത്, അല്ലെങ്കിൽ എന്ത് വസ്തുവാണ് തീ പിടിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടി അവർക്ക് ആ സമയത്ത് സാധിക്കുമായിരുന്നില്ല. അങ്ങനെയായിരുന്നു അവർ ആ
ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 1994 മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കുകയും പുതിയൊരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആ കമ്മിറ്റി കൊണ്ടുവരികയും അവർ പിന്നീട് ഈ അന്വേഷണം പുനരാരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷണം പുനരാരംഭിച്ച സമയത്താണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ആർമിക്ക് വേണ്ടിയിട്ട് വളരെ ഇല്ലീഗലായിട്ടുള്ള വെപ്പൺസ് എല്ലാം തന്നെ ഈ എയർക്രാഫ്റ്റിൽ ക്യാരി ചെയ്തിരുന്നു. റോക്കറ്റ് ഉൾപ്പെടെയുള്ള പല ഉപകരണങ്ങളും അല്ലെങ്കിൽ പല എക്യുപ്മെൻറ്റ്സും ഈ എയർക്രാഫ്റ്റിനകത്ത് ക്യാരി ചെയ്തിരുന്നുവെന്ന് പല ലോഡിംഗ് സ്റ്റാഫും പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ കൊണ്ടുപോയ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ വെപ്പണിൽ നിന്നുമായിരിക്കാം ഈ എയർക്രാഫ്റ്റിൽ തീ പടർന്നത് എന്നാണ് പിന്നീട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ഇതുപോലെ ഇല്ലീഗലായിട്ട് വെപ്പൺസ് ക്യാരി ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പൈലറ്റ്സിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തീ പടർന്ന സമയത്ത് അവർ എവിടെ നിന്നാണ് തീ പടർന്നതെന്നും അതിൻ്റെ സിവിയറിറ്റി എത്രയാണ് എന്നും ATCയോട് പറയാതിരുന്നത്. പിന്നീട് ബോയിങ് അന്വേഷണം നടത്തിയ സമയത്താണ് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് എയർക്രാഫ്റ്റിൻ്റെ കാർഗോ ഹോൾഡിലുണ്ടായിരുന്ന അമോണിയം പെർക്ലോറേറ്റ് റോക്കറ്റ് ഫ്യൂവലാണ് കത്തുപിടിച്ചത് എന്ന് ബോയിങ് കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഇത് ഇല്ലീഗലായിട്ട് ക്യാരി ചെയ്തതാണ് എന്ന് ബോയിങ്ങിന് ആ സമയത്ത് അറിയില്ലായിരുന്നു. ഇത് എയർലൈൻ യാതൊരു രീതിയിലും എവിടെയും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പൈലറ്റ്സിനും അതുപോലെ തന്നെ ഈ എയർലൈനിൻ്റെ വലിയ മാനേജ്മെൻറ്റിലിരിക്കുന്ന സ്റ്റാഫിനും ഇത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് അവർ ക്ലോസ് ചെയ്തതും. എന്നാൽ പിന്നീട് വന്ന ഗവൺമെൻറ്റാണ് ഈ അന്വേഷണം പുനരാരംഭിച്ചതും എന്തുകൊണ്ടാണ് ഈ എയർക്രാഫ്റ്റിലെ ഇത്രയും യാത്രക്കാർക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു സൗത്ത് ആഫ്രിക്കൻ എയർവേസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 295 എന്ന അപകടത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം. 159 യാത്രക്കാർക്കാണ് അന്നത്തെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.